ജനസംഖ്യ ആനുപാതികമായി നൽകേണ്ടതിനാൽ കൂടുതൽ തുകയാണ് കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നീക്കിവെക്കുന്നതെന്ന് പിന്നോക്കക്ഷേമ മന്ത്രി OR കേളു. സംസ്ഥാനത്ത് പട്ടികജാതി ജനസംഖ്യ 9.1 പട്ടികവർഗ ജനസംഖ്യ 1.5%. എന്നാൽ ഇരു വിഭാഗങ്ങൾക്കുമായി യഥാക്രമം 9.81 2.83% കേരളത്തിൽ നീക്കിവെക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന പോലും നൽകുന്നില്ല. SC/ST വിഭാഗങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചതായി പറയുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന AP അനിൽകുമാറിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് വരുമാന പരിധി വെച്ച് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ് കേന്ദ്രം ചെയ്തത്. കേന്ദ്രം ഒഴിവാക്കിയ തുക കൂടി സംസ്ഥാന സർക്കാരാണ് നൽകിയത്. കോവിഡ് കാലത്ത് 41 കോടി മുടക്കിയാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങി നൽകിയത്. 2024-25 SC വിഭാഗത്തിന് 1370 കോടിയും ST വിഭാഗത്തിന് 657 കോടി രൂപയും വകയിരുത്തി. ലൈഫിൽ ഇതുവരെ 1,16,610 വീട് പൂർത്തിയാക്കി. ഇതിനായി 1,561 കോടി അനുവദിച്ചു. സേഫ് പദ്ധതിയിൽ 3 വർഷമായി പട്ടികജാതി വിഭാഗത്തിൽ 30,117 വീട് പൂർത്തിയാക്കി. 2023-24 വരെ നൽകാനുണ്ടായിരുന്ന മുഴുവൻ പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് ആനുകൂല്യങ്ങളും ലഭ്യമാക്കി. 2024-25 പ്രീ മെട്രിക് സ്കോളർഷിപ്പ് വിതരണവും ചെയ്തു. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണവും ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാണിച്ചു. 2024-25 സ്കോളർഷിപ്പ് വിതരണത്തിനായി 223 കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ഈ തുകയ്ക്ക് പുറമെ 108 കോടി രൂപ കൂടി അധിക വിഹിതമായി അനുവദിച്ചു. ഉന്നതി സ്കോളർഷിപ്പിൽ 25 ലക്ഷം രൂപ വരെ നൽകി 800ഓളം വിദ്യാർത്ഥികൾക്കാണ് വിദേശ സർവകലാശാലകളിൽ പഠന അവസരം ലഭ്യമാക്കിയത്. വർഷം 70 പട്ടികജാതി കുട്ടികൾക്കും 2 പട്ടികവർഗ കുട്ടികൾക്കും 28 ഇതര വിഭാഗ കുട്ടികൾക്കും പാലക്കാട് മെഡിക്കൽ കോളേജിൽ MBBS പഠനം ഉറപ്പാക്കി. വർഷം 70 പട്ടികജാതി കുട്ടികൾക്കും 2 പട്ടികവർഗ കുട്ടികൾക്കും 28 ഇതര വിഭാഗ കുട്ടികൾക്ക് പാലക്കാട് മെഡിക്കൽ കോളേജിൽ MBBS പഠനം ഉറപ്പാക്കുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജിനായി UDF സർക്കാർ 28.68 കോടി രൂപ മാത്രമാണ് വകയിരുത്തിയത്. LDF സർക്കാർ 476.98 കോടിയാണ് ചെലവഴിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.